ഇന്ന് നമ്മളിവിടെ തുടങ്ങിയിട്ട് 50ാമത്തെ പ്രഭാഷണം നടക്കുകയാണ്. ഈ 50 പ്രഭാഷണങ്ങൾ കഴിഞ്ഞിട്ടും എല്ലാവരും ഞാനാകുന്ന സാമ്രാജ്യത്തിൽ കിരീടവും ചെങ്കോലും ധരിച്ച് രാജകീയമായിട്ടിരിക്കുക തന്നെയാണ്. ഞാനാകുന്ന സാമ്രാജ്യത്തിൽ തന്നെയാണ്. താനാകുന്ന സാമ്രാജ്യത്തിലേക്ക് ആരും കാലുവച്ചതായിട്ട് തോന്നുന്നില്ല. ഏതു നിമിഷം വേണമെങ്കിലും നമ്മുടെ ജീവിതം അവസാനിക്കാം. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഒന്നിൽ നിന്നും ഒഴിയാതെ ഒഴിഞ്ഞു മാറാതെ എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് മാറാം എന്നുള്ള സന്ദർഭം ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സർവ്വ ആളുകൾക്കും സദാ സുലഭമായിട്ട് കിട്ടിയിട്ടും അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിലയ്ക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ പിരിയണം. പിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ശരീരത്തിലേക്ക് പോകേണ്ടി വരും. അടുത്ത ശരീരത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗമാണ് ഇവിടെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുള്ളതേ അല്ല. കഴിഞ്ഞ 13 ദിവസമായിട്ട് വെള്ളത്തിനടിയിൽ പോയ ലാറിക്കകത്ത് ആളുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാതെ അർജുനൻ ഇല്ലേ ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 13ാമത്തെ ദിവസം. ആ ലോറി അവിടെ നിർത്തിയിട്ടിരുന്ന് ഒരു കടയ്ക്ക് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന സമയത്ത് ചായ കുടിക്കാൻ കയറിയതായിരിക്കാം. ആ മണ്ണിടിഞ്ഞു വീണ് ആ കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളും അയാളുടെ ഭാര്യയും 2 കുട്ടികളും ഈ ലാറിയും വേറൊരു ട്രക്കും അതിനകത്തുണ്ടായിരുന്ന ഡ്രൈവറും ഈ അർജുനൻ എന്ന് പറയുന്ന ആ ഡ്രൈവറും അദ്ദേഹം വണ്ടിക്കകത്താണോ പുറത്താണോ അറിഞ്ഞുകൂടാ. വണ്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എല്ലാം തീർന്നു. എവിടെയുള്ളയാൾ എവിടെ വച്ചാണ് നടക്കുന്നത്? അതുപോലെ നമ്മളും എവിടെയൊക്കെ ആയിരുന്നാലും എവിടെ വച്ചാണോ നമ്മുടെ അലാട്ട്മെൻറ്റ് തീരുന്നത് അവിടെ വെച്ച്. കഴിഞ്ഞ ദിവസം തന്നെ പത്രത്തിൽ വായിച്ചു, ഒരു സ്വിഫ്റ്റ് വണ്ടി ട്രാൻസ്പോർട്ട്, കേരള ട്രാൻസ്പോർട്ട് എവിടെയോ വെച്ച് തീ പിടിച്ചു. ആ വണ്ടിക്ക് ഡ്രൈവർക്ക് പെട്ടെന്ന് തീ പിടിക്കുന്നതിൻ്റെ ലക്ഷണം മനസ്സിലായി. ഉടനെ വണ്ടി നിർത്തി ആളുകളെല്ലാം പുറത്തിറക്കി കഴിഞ്ഞിട്ട് അടുത്ത് വന്ന ലാറിയിലുണ്ടായിരുന്ന എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ച് തീ അണച്ചു. ആർക്കും ഒന്നും പറ്റിയില്ല. അതുപോലെ നമ്മളെവിടെയെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, എങ്ങോട്ടെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. കാറിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന കാറ് പെട്ടെന്ന് തീ പിടിച്ച് കഴിഞ്ഞ ദിവസം ഡ്രൈവർ മരിച്ചില്ലേ? ഓടിക്കൊണ്ടിരുന്ന കാറ് തീ പിടിച്ച് ആ ഡ്രൈവർ മരിക്കുന്നു. അതുപോലെ നമ്മളെല്ലാം എവിടെയെല്ലാം ഏതെല്ലാം തരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ വെച്ചാണോ നമ്മുടെ ജീവൻ അവസാനിക്കേണ്ടതായിട്ടുള്ളത് അവിടെ വെച്ച് അത് അവസാനിച്ചിരിക്കും. പ്രിയമുള്ളവരെ, അതിനു മുൻപ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. നിങ്ങൾ ഞാനായിട്ടിരിക്കുകയാണ്. എത്ര കേട്ടാലും നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ നിങ്ങൾക്ക് ഒന്ന് മാറണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലേ ഇല്ല.
ദേഷ്യപ്പെടരുത്. കാരണം എന്താ? ഇല്ലാത്തത് കൊണ്ട് തന്നെ. കേൾക്കുന്നുണ്ട്, നിരന്തരമായിട്ട് കേൾക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഇന്നു മുതൽ ഞാൻ എന്നിലെ ഞാനല്ല, ഇന്നു മുതൽ ഞാൻ എന്നിലെ താനാണ് എന്നു പറഞ്ഞ് ആ ഭാവത്തിലേക്ക് നിങ്ങളെ നീക്കിയിട്ടുണ്ടോ? അതിനെന്താ നഷ്ടം? ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന് പറഞ്ഞില്ലേ? ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയണ്ട, വീട് ഉപേക്ഷിക്കേണ്ട, സന്യാസിയാകണ്ട. ബി ഇൻ ദ വേൾഡ്, ബി വിത്ത് ദ വേൾഡ്, ബി വിത്ത് എവ്രിതിങ്. പിന്നെന്താ പ്രയാസം? വീട് ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിക്കാൻ പറഞ്ഞു, സന്യാസിയാകാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. ബി വിത്ത് എവ്രിതിങ്. എല്ലാത്തിൻ്റെയും നടുവിലിരുന്നു കൊണ്ട് ആ നടുവിലിരിക്കുന്ന എന്നിലെ ഞാനെന്ന് പറയുന്നത് ഒറിജിനലല്ല. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം, എന്നിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. സ്വാമി, അതിനെ കാണാനൊക്കുന്നില്ലല്ലോ. അത് കാണാതെ കാണണം. നിങ്ങൾ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്നത് നിങ്ങളിലെ ഞാനാണോ? അല്ലല്ലോ. നിങ്ങളിലെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഞാനിനെയും കണ്ടുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ ഇരിക്കുന്നത് കൊണ്ടല്ലേ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്നലെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയാൻ കഴിയുന്നത്. ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, സാക്ഷി ചൈതന്യം, ആ ബോധസ്വരൂപം, ആ ഈശ്വര സ്വരൂപം, ആ ചൈതന്യ സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. അതിനെയാണ് നമ്മൾ താൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നിലെ താൻ. ഞാൻ ലിമിറ്റഡായി, എന്നിലെ താൻ അൺലിമിറ്റഡായി. ദാറ്റ് ഈസ് പാസിങ് ത്രൂ ഓൾ. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന സർവാന്തര്യാമി, സർവേശ്വര ചൈതന്യം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്നില്ലേ? എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഈശ്വര ചൈതന്യം, പട്ടിയുടെയും പൂച്ചയുടെയും കൃമിയുടെയും കീടത്തിൻ്റെയും അമേരിക്കക്കാരൻ്റെയും റഷ്യക്കാരൻ്റെയും ചൈനക്കാരൻ്റെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഏകമായ ഈശ്വര ചൈതന്യം. അത് ഹിന്ദുവുമല്ല, ക്രിസ്ത്യാനിയുമല്ല, മുസൽമാനുമല്ല, അത് ബ്രാഹ്മണനുമല്ല, ക്ഷത്രിയനുമല്ല, വൈശ്യനുമല്ല, ശൂദ്രനുമല്ല. നാമരൂപരഹിതം. അതാണ് തൻ്റെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്നത്. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. അതാണ് നിങ്ങൾ. ഇത് എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു നിങ്ങൾ. എന്തുകൊണ്ട് നിങ്ങൾ സ്വയം ഞാൻ അതാണ് എന്ന് തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്യുന്നില്ല? ഒരു നഷ്ടവുമില്ലല്ലോ. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ്, ആ തിരിച്ചറിയാനുള്ള വകുപ്പ്, തിരിച്ചറിവ് ഇവിടെ ഇരിക്കുന്നവരിൽ ആരിലാണ് ഇല്ലാത്തത്? തിരിച്ചറിവ്. നിങ്ങളുടെ രണ്ട് കൈകളിൽ ഒരു കൈയിൽ വിഷവും ഒരു കൈയിൽ അമൃതും വെച്ച് തന്നാൽ വലത് കൈയിലിരിക്കുന്നത് വിഷം അല്ലെങ്കിൽ അമൃത്, ഇടത് കൈയിലിരിക്കുന്നത് വിഷം എന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾ ഏതിനെ കളയും? വിഷത്തെ കളയും. ഇടത് കൈയിലിരിക്കുന്ന വിഷത്തെ കളയും. വലത് കൈയിലിരിക്കുന്നത് അമൃതാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അമൃത് ഭുജിക്കും. ആ തിരിച്ചറിവ് ആർക്കാ ഇല്ലാത്തത്? കേൾക്കുന്നതിലൂടെ വിഷം കഴിച്ചാൽ മരിക്കും എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കുമുണ്ട്. അതുപോലെ
മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഞാനിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഈ ഞാനായിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ മരിക്കുന്നത് എങ്കിൽ വീണ്ടും ജനിക്കണ്ടേ? ഇനിയും എത്ര ജന്മം കഴിഞ്ഞാലാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുന്നത്? ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി കടന്നു വരണം? എല്ലാം കർമ്മഫലാനുസാരം. ഇതപര്യന്തം എത്രയെത്ര പ്രാവശ്യം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ടോ അത്രയും പ്രാവശ്യം ആ മനുഷ്യ ശരീരത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം, സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് സൽക്കർമ്മങ്ങൾ എത്ര, ദുഷ്കർമ്മങ്ങൾ എത്ര എന്ന് നിങ്ങൾ തന്നെ ഒരു പട്ടിക ഇട്ട് നോക്കൂ. ചിലർക്ക് ബോധ്യമുണ്ട് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന്. നല്ലത്. ഒരു ദുഷ്കർമ്മവും ചെയ്യാത്ത ആളുകൾ വളരെ നല്ലത്. പക്ഷേ ഇതിനു മുൻപുള്ള മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ളത് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് സഞ്ചിത കർമ്മം. എത്രയോ ശരീരങ്ങളിൽ ജീവിച്ചപ്പോൾ ചെയ്തിട്ടുള്ള അനവധി ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനിരിക്കുകയാണ്. അതും ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. എത്രയോ ശരീരങ്ങൾ ഇനി അത് അനുഭവിക്കാനുണ്ട്. ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലവും അനുഭവിക്കാനുള്ളതാണ്. അത് ആഗാമി കർമ്മമായിട്ട് വരും എന്ന് പറഞ്ഞിരിക്കുന്നു മുൻപ്. ഇപ്പോൾ അത് ആഗാമി കർമ്മമാകേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ അത് സഞ്ചിത കർമ്മത്തിൽ രേഖപ്പെടുത്തപ്പെടും. അതിന് ആഗാമിയായിട്ട് കാത്തിരിക്കുകയൊന്നും വേണ്ട. അതിനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഫോണിൽ എന്തെല്ലാം വകുപ്പുകളുണ്ട്. ഇതൊക്കെ ഈശ്വരനില്ലാത്തതാണോ? ആഗാമിയായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചെയ്യുമ്പോൾ തന്നെ എവിടെയാണോ ചേർക്കേണ്ടത് അവിടെ ചേർന്നിരിക്കും. സഞ്ചിത കർമ്മത്തിലേക്കാണ് ചേരേണ്ടത്. ആ സഞ്ചിത കർമ്മത്തിൽ ചേർന്നിരിക്കും. അവിടെ പിന്നെ ആഗാമിയുടെ കാര്യമൊന്നും ഇല്ല. അതുകൊണ്ട് ഈ സഞ്ചിത കർമ്മങ്ങളുടെ ഭാരവും പേറിക്കൊണ്ടാണ്, അതിൽ നിന്നാണ് ഈ ജന്മത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ എന്തെല്ലാം അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ, എങ്ങനെയൊക്കെ മരിക്കേണ്ടതായിട്ടുണ്ടോ. കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച ചെങ്കച്ചൂളയിലെ ആ മാലിന്യത്തിൽ വീണ് ഒരാൾ മരിച്ച കാര്യം നമ്മളെല്ലാവരും കണ്ടു. നോക്കൂ അദ്ദേഹത്തിൻ്റെ വിധി. കർമ്മഫലം. കക്കൂസിലിരിക്കുന്ന അവസരത്തിൽ കക്കൂസ് തകർന്ന് വീണ് അതിനകത്ത് വീണ് മരിച്ച ആളിൻ്റെ കഥ നമുക്കറിയാം. വിധി എല്ലാം കർമ്മഫലാനുസാരമാണ് സംഭവിക്കുന്നത്. ഏതെല്ലാം തരത്തിൽ നമ്മൾ കർമ്മം ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം തരത്തിൽ ആളുകൾക്ക് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം 10 ഇരട്ടി തൂക്കത്തിൽ നമുക്ക് അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ആർക്കെങ്കിലും എതിരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം 10 ഇരട്ടി തൂക്കത്തിൽ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഓരോരുത്തരും അതിക്രൂരമായ അല്ലെങ്കിൽ ദാരുണമായ തരത്തിൽ ഈ തരത്തിൽ ജീവൻ പിരിയേണ്ടി വരുന്നതിൻ്റെ ഒക്കെ പിന്നിലെ നിയന്ത്രിക്കുന്ന ഘടകമെന്ന് പറയുന്നത് കർമ്മഫലം തന്നെയാണ്. ഈ ജന്മത്തിലെ അല്ല. അതിലേ പറഞ്ഞത്, ഈ ജന്മത്തിൽ സ്വാമി ഒരൊറ്റ ദുഷ്കർമ്മവും ചെയ്തിട്ടില്ല. വളരെ നല്ലത്. പക്ഷേ ഇതിന് മുമ്പുള്ള ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളതോ അതെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. ഒന്നും മാറിപ്പോവില്ല. എന്നാൽ ജ്ഞാനാഗ്നി ഭസ്മസാത് കുരുതേ. ഈ ജ്ഞാനാഗ്നി നിങ്ങളിൽ
ജ്വലിക്കുകയാണെങ്കിൽ എന്താ ജ്ഞാനാഗ്നി? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യമാകുന്നു എന്നിലെ യഥാർത്ഥ ഞാൻ. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് തന്നിലെ താൻ എന്ന അറിവിലേക്ക് ഉണർന്നാൽ ആ ഉണരുന്നതിനെയാണ് ജ്ഞാനാഗ്നിയുടെ ജ്വലനം എന്ന് പറയുന്നത്. ജ്ഞാനാഗ്നിയുടെ ജ്വലനം അത് സത്സംഗത്തിലൂടെ മാത്രമേ കിട്ടൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ജിത്തു കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന തത്വജ്ഞൻ പറയുന്നത് സ്വാധ്യായത്തിലൂടെ മാത്രം നിങ്ങൾക്ക് സാക്ഷാത്കാരം നേടാം. വേറൊരു കർമ്മവും ചെയ്യേണ്ട, ഒരു സാധനയുടെയും ആവശ്യമില്ല. ഇവിടെയും ഞാൻ അതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട് എങ്കിൽ, മനസ്സിലാകാൻ എന്താ പാട്? ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനാണ് ചാകാനിരിക്കുന്നത്, ആ ഞാനാണ് ചത്തുപോകാൻ പോകുന്നത്, ചുറ്റുപാടും ദിവസവും ചത്തുകൊണ്ടിരിക്കുന്നത്, നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആളിലെ ഞാനാണ് ചത്തുപോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്, അമ്മ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പൂപ്പൻ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ മരണങ്ങൾക്ക് നമ്മൾ സാക്ഷിയാണ്. അവരിലെ ഞാനാണ് മരിച്ചത്. അവർക്കൊന്നും സാക്ഷാത്കാരം കിട്ടിയിട്ടില്ല. അവരെല്ലാം ഇനിയും ജനിക്കാനുള്ളതാണ്. എന്നാൽ നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇനിയും ജനിക്കാതിരിക്കത്തക്കവണ്ണമുള്ള നില ഇന്നതാണ് എന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇവിടെ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. കേൾക്കുക, അറിയുക, അതായിരിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ജിത്തു കൃഷ്ണമൂർത്തി പറയുന്നത് ഒരു സാധനയുടെയും ആവശ്യമില്ല, സ്വാധ്യായം മാത്രം മതി, അല്ലെങ്കിൽ സത്സംഗം മാത്രം മതി. കേൾക്കുക, അറിയുക. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. അത് കേട്ട് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ മറ്റാരോടും ചോദിക്കുകയൊന്നും ചെയ്യരുത്. ഇത് ആര് പറഞ്ഞതാണ്? അത് മറ്റേ ചാമി പറഞ്ഞതാണ്. അയാളെ പോകാൻ പറ. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ ഇത് മാത്രമേ ചെയ്യാവൂ. നിങ്ങൾക്ക് ഈ പറയുന്നത് സത്യമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉടനെ ഡിക്ലെയർ ചെയ്യണം, യെസ് ഐ ആം ദാറ്റ്. ഈ ലോകം മുഴുവനും അതിനെതിരായിട്ട് സംസാരിച്ചാലും നിങ്ങളെ ബാധിക്കരുത്. കാരണം എന്താ? നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനാണ് ചത്തുകൊണ്ടിരിക്കുന്നത്, വീണ്ടും ജനിക്കുന്നത്. എന്നാൽ ആ ചാകൽ നടക്കുന്നതിന് മുൻപ്, ചത്തുപോകുന്നതിന് മുൻപ്, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സത്തായ വസ്തു പുറത്തു പോകുന്നതിന് മുൻപ്, സത്തു പോകുന്നതിന് മുൻപ്, അതാണ് സത്തുപോയി, ചത്തുപോയി എന്ന് പറയുന്നത്. സത്തുപോയി, സത്തുപോയി എന്ന് പറയുന്നതിനെയാണ് കൊളോക്കിയൽ ലാംഗ്വേജിൽ എന്തുവാ ചത്തുപോയി, ചത്തുപോയി എന്ന് പറയുന്നത്. ആ സത്തായ വസ്തു, സദ്വസ്തു, സത്ത്, തത്, സത്, അതാണ് സത്യമായ വസ്തു. തത് ത്വമസി, അതാണ് നീ. അത് ചത്തുപോകുന്ന അവസരത്തിൽ, ആ സത്ത് പോകുന്ന അവസരത്തിൽ അത് ഞാനുമായിട്ട് ചേർന്നാണ് പോകുന്നത്. കാരണം ഇവിടെ വച്ച് ഞാനിനെ വേർതിരിച്ചിട്ടില്ല, ഞാനിനെ വിടർത്തിയിട്ടില്ല. ഞാനുമായിട്ട് ചേർന്നാണ് ആ സത്ത് പോകുന്നത്. അതാണ് യഥാ ക്ഷീരാത് നീരം പൃഥകൃത്യ ഹംസോ ഭവതിന അന്യഥ. ഹംസത്തിൻ്റെ മുമ്പിൽ അതിന് കുടിക്കാൻ വേണ്ടി പാലൊഴിച്ചു കൊടുത്താൽ അത് ആ പാലിലുള്ള വെള്ളത്തെ നീക്കിയിട്ട് പാല് മാത്രം ഭുജിക്കുന്നത് പോലെ, തഥാ അതുപോലെ സ്ഥൂലാദേഹി സ്വം പൃഥകൃത്യ ഹംസോ ഭവതി ന അന്യഥ. ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന്, സ്ഥൂല സൂക്ഷ്മ കാരണ, അതാണ് സ്ഥൂലാദേഹി, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്ന്
സ്വം പൃഥകൃത്യ സ്വം, തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താ? തന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം, ആ ബോധസ്വരൂപം, ആ ഈശ്വര ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിവിന് വേണ്ടിയാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്സംഗം. ആ സത്സംഗത്തിലൂടെ മാത്രമേ നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ സ്വാധ്യായമാകാം. സ്വാധ്യായമാണെങ്കിൽ ദീർഘകാലമെടുക്കും. എത്ര കാലമെടുത്താലാണ് ഒരു തത്വം നമുക്ക് ശരിയായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നത്? ഒരുപാട് കാലമെടുക്കും. ഒരു ജന്മം കൊണ്ടൊന്നും ഗ്രഹിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതേസമയത്ത് ഒരു സത്സംഗം കേട്ടാൽ ഒരു ജന്മം കൊണ്ട് സ്വാധ്യായത്തിലൂടെ ഒരു ജന്മം കൊണ്ട് ഗ്രഹിക്കാവുന്നത് മുഴുവനും ഒരു നിമിഷ നേരത്തെ സത്സംഗത്തിലൂടെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സത്സംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളിന് സ്വാമി പറയുന്നത് സത്യമാണല്ലോ. എന്നിലെ ആ സാക്ഷി ചൈതന്യം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ഉറങ്ങാതെ എന്നിൽ ഉണർവോടുകൂടി ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, എന്നിൽ എത്രയെത്ര ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ ജന്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ഇപ്പോൾ ഈ ശരീരത്തിനകത്തും എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനെ ഈ മനുഷ്യ ശരീരത്തിൽ വെച്ച് പിടികൂടണം. എന്താ പിടികൂടാൻ പാട്? സ്വാമി, എൻ്റെ അപ്പൂപ്പന് സുഖമില്ലാതെ കിടക്കണം. ആ അപ്പൂപ്പന് സുഖമില്ലാതെ കിടക്കണമെങ്കിൽ അതൊക്കെ അപ്പൂപ്പൻ്റെ കർമ്മഫലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ? അപ്പൂപ്പൻ്റെ അകത്ത് കയറാൻ പറ്റുമോ? പുറത്ത് മരുന്നൊക്കെ പുരട്ടി കൊടുക്കാനല്ലേ പറ്റൂ. തടവി കൊടുക്കാം, കുളിപ്പിക്കാം, ഇതൊക്കെയല്ലേ ചെയ്യാനൊക്കൂ. അപ്പൂപ്പൻ്റെ അകത്തോട്ടൊന്നും കയറാനൊക്കില്ലല്ലോ. അപ്പൂപ്പൻ്റെ കർമ്മഫലത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഒരുത്തർക്കും പറ്റില്ല. അവരവർക്ക് അനുഭവിക്കാനുള്ളത് അവരവരനുഭവിച്ചു തന്നെ തീരണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതുകൊണ്ട് ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമായിട്ട് ചെയ്യുക. കാരണം നമുക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും, കുത്തിയിരുന്ന് അനുഭവിക്കേണ്ടി വരും എന്നുള്ള സന്തോഷത്തോടു കൂടി, അതും ചെറിയ തരത്തിലല്ല, 10 ഇരട്ടി തൂക്കത്തിൽ നമുക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള സന്തോഷത്തോടു കൂടി ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടാം. അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന അവസരം, എന്താ അവസരം? മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ ഒരവസരം കിട്ടി. അതുമാത്രമാണോ? ഈ മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇനി ജന്മമില്ലാത്ത നില ഉണ്ടാകാനുള്ള മാർഗത്തെക്കുറിച്ച് കേൾക്കാനും കഴിയുന്നു. ശ്രവണായ ബഹുബിർ യോ ന ലഭ്യ. കേൾക്കാൻ പോലും ഇത് അവസരം കിട്ടുകയില്ല. പക്ഷേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സുഹൃതികളാണ്. എത്ര പേർക്ക് കിട്ടുന്നുണ്ട് ഈ അവസരം? ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക് നിങ്ങൾക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ട്, അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു. അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധു. നിങ്ങൾ ഇത് കേട്ട് അത് നിങ്ങളിലേക്ക് സ്വായത്തമാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു. ഇത് നിങ്ങളിൽ നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബന്ധു. ബന്ധുവും ശത്രുവും നിങ്ങൾ തന്നെയാണ്. എങ്ങനെ ബന്ധുവാകുന്നത്? ഈ കേൾക്കുന്ന കാര്യം നിങ്ങളിൽ നടപ്പിൽ വരുത്തണം. എങ്ങനെയാണ് നടപ്പിൽ വരുത്തേണ്ടത്? വെറും ഭാവം. യച്ഛിന്തയസി തദ്ഭവസി. എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു അങ്ങനെ നിങ്ങളായിത്തീരുന്നു. ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവസി. സച്ചിദാനന്ദ സ്വരൂപ അഹമിതി മന്യമാനഃ ബ്രഹ്മൈവ ഭവസി. അവൻ ബ്രഹ്മമായിത്തീരുന്നു. എന്താ ബ്രഹ്മം? തന്നിലെ താൻ. അത് മായോപഹിത ചൈതന്യം.
തന്നിലെ ഞാൻ അവിദ്യോപഹിത ചൈതന്യം, എല്ലാം ഒന്ന് തന്നെ. അവിദ്യയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു തന്നിലെ ഞാൻ, അതുകൊണ്ടാണ് അറിയുന്നില്ല. ആ അവിദ്യയെ നീക്കിത്തരുന്നയാളാണ് ഗുരു. കഴിഞ്ഞ ആഴ്ച ഗുരു പൗർണമിയായിരുന്നു. ഗുശബ്ദസ്തു അന്ധകാരകസ്യാത് രു തന്നിരോധക അന്ധകാര നിരോധിത്വാത് ഗുരുരിത്യഭിലീയതേ. ഗുശബ്ദമെന്ന് പറയുന്നത് അന്ധകാരത്തെ ദ്യോതിപ്പിക്കുന്നു. രു ശബ്ദം അതിൻ്റെ നിരോധത്തെ, ഇല്ലാതാക്കലിനെ. ഇവിടെ അതുകൊണ്ടാണ് ഗുരു എന്ന് പറയുന്നത്. അന്ധകാര നിരോധിത്വാത്, നമ്മിലുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ആളാണ് ഗുരു. എന്താണ് അജ്ഞാനം? ഞാനാണ് യഥാർത്ഥ ഞാൻ എന്ന് കരുതിയിരിക്കുന്ന അജ്ഞാനത്തെ നീക്കിത്തരുന്നയാളാണ് ഗുരു. ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ? ഞാനല്ല നിങ്ങളിലെ യഥാർത്ഥ ഞാൻ. പക്ഷേ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ഞാനാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. അതാണ് അജ്ഞാനം. അതാണ് അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. ജന്തുക്കളെല്ലാം മോഹിതരായിട്ട് കഴിയുന്നതിൻ്റെ കാരണം അജ്ഞാനം. ആ അജ്ഞാനത്തെ ഇല്ലാതാക്കണം. അതിന് ഇത്തരം സത്സംഗങ്ങൾ പ്രയോജനപ്പെടും. നിങ്ങളിവിടെ വന്ന്, അതാണ് ഞാൻ പറഞ്ഞത്, 50 പ്രഭാഷണങ്ങൾ കഴിഞ്ഞു. 50 വർഷം കഴിഞ്ഞിട്ടും നിങ്ങളിപ്പോഴും കിരീടവും ചെങ്കോലും എടുത്തുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ഞാനെന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ രാജാവായിട്ട് തന്നെ നടക്കുകയാണ്. എപ്പോഴാണ് വെടി തീരുന്നതെന്ന് അറിഞ്ഞുകൂടാ. വെടി തീർന്നാൽ എന്താ അവസ്ഥ? കർമ്മഫലാനുസാരം അടുത്ത ജന്മത്തിലേക്ക്. എവിടെയാണ്? അതൊക്കെ ഉള്ളിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. രഹസ്യമാണ്. കാരണം എന്തെങ്കിലും പേര് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടപ്പിളക്കി കളയും. അതുകൊണ്ട് അത് സ്വകാര്യ രഹസ്യങ്ങളാണ്. ഇപ്പം തന്നെ അത് അറിയാൻ സാധിക്കും. കാരണം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഒക്കെ ഉള്ളിൽ കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് തന്നെ പോകും. അണുവിട മാറത്തില്ല. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കത്തക്കവണ്ണമുള്ള ഒരു അവസ്ഥയാണ്, ഒരു ഭാഗ്യമാണ് നമുക്ക് ഈ തത്വമസി ആത്മവിദ്യാവേദിയിലൂടെ മഹാഭാഗ്യം കൊണ്ട് സിദ്ധിച്ചിരിക്കുന്നത്. ആ മഹാഭാഗ്യമെന്നേ പറയാവൂ. കാരണം എന്താ? എളുപ്പം കിട്ടുന്നതല്ല, എവിടെയും കിട്ടുന്നതല്ല. ഇപ്പം നിങ്ങൾ പല സ്ഥലത്തും സത്സംഗത്തിനൊക്കെ പോയാൽ, ഇപ്പം എന്താ സപ്താഹങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ പോയാൽ ഈ തരത്തിൽ ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക് നിങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് തരികില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് നിങ്ങളെ വേണം, അവർക്ക് നിങ്ങളെ വേണം. എങ്ങനെ? ഭക്തരായിട്ട് നിങ്ങളെ വേണം. നിങ്ങളിവിടെ വരണം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഉരുളിയിൽ എന്താ ഇടേണ്ടത്? ദക്ഷിണ. അതൊക്കെ കുറ്റം പറയല്ല, അതൊക്കെ അത്തരം കേന്ദ്രങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അവരെ ഒന്നും കുറ്റം പറയല്ല. അവരുടെയൊക്കെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അത് അവരുടെ ആവശ്യമാണ്. അവർ നിങ്ങളോട് ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക് ഉള്ള മാർഗം ഇതാണ് എന്നല്ല പറയുന്നത്. നിങ്ങളെ ഭക്തിമാർഗത്തിലേക്ക് ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കും. വികാരപരമായ രീതിയിൽ നിങ്ങളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും കണ്ണീരൊലിപ്പിച്ചും അല്ലേ, വികാരഭരിതരാക്കിയും ഭക്തിയുടെ ആ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കും. അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തരും. ഇതൊക്കെ ഭക്തിയുടെ വർധനയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ്.
അവരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ആ ഭക്തിമാർഗത്തിൽ നീങ്ങുന്ന ആളുകളുടെ കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ അതിലൂടെ മോക്ഷം കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടുകില്ല എന്ന് തന്നെ പറയാം. സ്വാമി ശബരിക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയില്ലേ? ശബരിക്ക് എവിടെ നിന്നാണ് മോക്ഷം കിട്ടിയത്? മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ജന്മമില്ലാത്ത നില ഉണ്ടാകണം. ശബരിക്ക് ജന്മമില്ലാത്ത നിലയല്ല ഉണ്ടായത്. ശബരിക്ക് ഏത് ദേവനെയാണോ ആ ശബരി ആശ്രയിച്ചിരുന്നത് ആ ദേവ സാമ്രാജ്യത്തിലേക്ക് ഉയർന്നു, അത്രയേ ഉള്ളൂ. ആ ദേവൻ്റെ പതനത്തോടുകൂടി ശബരിയും പതിക്കും. അത് മോക്ഷമല്ല. ആ മാർഗത്തിലൂടെ മോക്ഷം കിട്ടുകയില്ല. ഇതതിനെ കുറച്ച് കാണാൻ പറയുന്നതല്ല, സത്യം പറയുകയാണ്. ജ്ഞാനത്തിലൂടെ മാത്രമേ മോക്ഷം കിട്ടൂ. മോക്ഷമെന്ന് പറയുന്നത് എന്താണ്? ഇനി ജന്മമില്ലാത്ത നില. ഇനി ജന്മമില്ലാത്ത നില ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ജന്മരഹിതമായ ആ വസ്തുവാണ് താൻ എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ തിരിച്ചറിവിലൂടെ അതുമായിട്ട് യോജിക്കണം. ദറ്റ് ഈസ് കാൾഡ് യോഗ. ജീവാത്മ പരമാത്മനോരൈക്യം യോഗ. ഇല്ലാതെ ഭക്തിമാർഗത്തെ ഒന്നും കുറച്ച് കാണിക്കാൻ പറയുന്നതല്ല. ഭക്തിമാർഗത്തിലൂടെ പോകുന്ന ആളുകൾക്ക് അവരുടെ രീതിക്കനുസരിച്ച് അവരെ കൊണ്ടുപോകുന്നു. അവരുടെ ആ മാർഗത്തിൽ ശരിയായ രീതിയിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിൽ അവർ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് ഗുഡ്. അവർ നിങ്ങൾ ഒരിക്കലും മോക്ഷത്തിലേക്ക് ഉയർത്തുകയില്ല. പക്ഷെ നമ്മളിവിടെ അത് ജ്ഞാനം മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇരിപ്പിലിരുന്നു കൊണ്ട് തന്നെ ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും 10, 80, 90 വയസ്സായിരിക്കുന്ന വൃദ്ധന്മാർക്ക് പോലും ഇത് കേൾക്കുന്ന അവസരത്തിൽ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ബോധ്യപ്പെടണം. എന്താ ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ? തിരിച്ചറിയണം. ഈ ഞാൻ ദുർഗാനന്ദ സരസ്വതിയാണ് എന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടന്നുകൊണ്ടിരുന്നാലൊന്നും എനിക്ക് മോക്ഷം കിട്ടുകയില്ല. ദുർഗാനന്ദ സരസ്വതിക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഞാൻ ദുർഗാനന്ദ സരസ്വതി അല്ല, ഈ നാമരൂപധാരിയായ ദുർഗാനന്ദ സരസ്വതി അല്ല ഞാൻ. ആ ദുർഗാനന്ദ സരസ്വതിക്കും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ദുർഗാനന്ദ സരസ്വതിക്ക് മോക്ഷമുള്ളൂ. ഇല്ലാതെ ദുർഗാനന്ദ സരസ്വതിയാണ് ഞാനെന്നുള്ള ഭാവത്തിലാണ് മരിക്കുന്നത് എങ്കിൽ അധോഗതി. എന്താ അധോഗതി? വീണ്ടും ജനിക്കണം. ഞാൻ ദുർഗാനന്ദ സരസ്വതിയാണ് എന്ന അജ്ഞാനഭാവത്തിലാണ് മരിക്കുന്നത് എങ്കിൽ വീണ്ടും ജനിക്കണം. നേരത്തെ പറഞ്ഞ വിവേക ചൂടാമണിയിൽ പറഞ്ഞിരിക്കുന്ന എന്താ? ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം. ഏത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ സ്വരൂപം, ബോധസ്വരൂപം, സാക്ഷിസ്വരൂപം, ചൈതന്യസ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപം, ആനന്ദസ്വരൂപം, നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, അമൃത സ്വരൂപം. അതിന് മരണമില്ല. നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും ആ വസ്തു അമൃതസ്വരൂപം. അത് ഹിന്ദുവിൻ്റെ ഉള്ളിലായാലും ശരി, ക്രിസ്ത്യാനിയുടെ ഉള്ളിലായാലും ശരി, മുസൽമാൻ്റെ ഉള്ളിലായാലും ശരി, ആ വസ്തു അമൃതസ്വരൂപം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച്
സ്വാമി ഞാൻ വേറെ മതത്തിലുള്ള ആളാണ്, ഞാൻ ഇത് സ്വീകരിക്കില്ല. വേണ്ട, ആര് പറഞ്ഞു സ്വീകരിക്കണമെന്ന്? നിനക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ നീ അവിടുത്തെ മതത്തിൽ ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക് ഉയരുന്ന അറിവുണ്ടെങ്കിൽ നീ അത് സ്വീകരിച്ച് ജന്മമില്ലാത്ത നില നേടിക്കൊള്ളൂ. സന്തോഷം ഉണ്ടോ അത് അവിടെ? എന്താ ഉണ്ടോ? ഈ പറഞ്ഞ നിനക്ക് പറയാൻ സാധിക്കുമോ ആ വകുപ്പ് ഇവിടെ ഉണ്ട് എന്ന്? ഇല്ല. ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ല ഈ പറയുന്ന കാര്യങ്ങൾ. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും സർവ്വചരാചരങ്ങൾക്കും, പട്ടിക്കും പൂച്ചയ്ക്കും കൃമിക്കും കീടത്തിനും ഒക്കെ അണ്ഡകടാഹത്തിലുള്ള ആകാശത്തിൽ എവിടെയെല്ലാം ഇനി ഗോളങ്ങളുണ്ടോ, എവിടെയെല്ലാം മനുഷ്യ ജീവനുണ്ടോ അല്ലെങ്കിൽ ജീവജാലങ്ങളുണ്ടോ അവയുടെ എല്ലാം മോക്ഷത്തിനു വേണ്ടി ഉള്ള ഏകമായ വസ്തു. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി സർവഭൂതാധിവാസഃ. സർവഭൂതങ്ങളിലും അധിവസിക്കുന്ന, പട്ടിയായാലും പൂച്ചയായാലും കൃമിയായാലും കീടമായാലും അമേരിക്കക്കാരനായാലും ട്രംപിൻ്റെ ആയാലും ബൈഡൻ്റെ ആയാലും മോഡിയുടെ ആയാലും ചൈനയിലെ മന്ത്രിയുടെ ആയാലും ആരുടെ ശരീരത്തിനകത്തിരിക്കുന്നതായാലും ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും മുസൽമാൻ്റെ ആയാലും ഉള്ളിനകത്തിരിക്കുന്ന ആ ചൈതന്യം ഹിന്ദുവുമല്ല, ക്രിസ്ത്യാനിയുമല്ല, മുസൽമാനുമല്ല. തന്നിലെ സാക്ഷി ചൈതന്യം. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉറങ്ങാതെ ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് എന്നാണോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്, അതിലേക്ക് ഉണരാൻ സാധിക്കുന്നത്? ഭഗവത്ഗീതയിലെ ഈ അർത്ഥത്തെ പരാമർശിക്കുന്ന ഒരു മന്ത്രമാണ് ഓഷോ ഗീതയിലെ മഹാവാക്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. യാ ദിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി. ഏതൊരു കാര്യത്തിലാണോ സാധാരണ ജനങ്ങൾ ഉറക്കത്തിലെന്നതുപോലെ ഇരിക്കുന്നത്, ആ കാര്യത്തിൽ ഈ വസ്തുവിലേക്ക് ഉണർന്നിരിക്കുന്ന ആൾ സദാ ഉണർവോടുകൂടിയിരിക്കുന്നു. ഇത് കേട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിച്ച് സ്വയം തീരുമാനമെടുക്കുന്നു. യെസ് സ്വാമി, യെസ് മനസ്സിലായി സ്വാമി, ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, എന്നിലെ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അത് എന്നിലെ ഞാനിനെയും പ്രകാശിപ്പിക്കുന്നു, അവനിലെ ഞാനിനെയും പ്രകാശിപ്പിക്കുന്നു, അവളിലെ ഞാനിനെയും പ്രകാശിപ്പിക്കുന്നു, ഹിന്ദുവിലെ ഞാനിനെയും പ്രകാശിപ്പിക്കുന്നു, ക്രിസ്ത്യാനിയിലെ ഞാനിനെയും പ്രകാശിപ്പിക്കുന്നു, മുസൽമാനിലെയും ഞാനിനെയും പ്രകാശിപ്പിക്കുന്നു, ആകാശത്തിലെ സൂര്യനെ പ്രകാശിപ്പിക്കുന്നു, ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നു, നക്ഷത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നു, സർവ്വതിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിസ്വരൂപം. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി. ഈ അഗ്നിയെപ്പോലും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചൈതന്യ സ്വരൂപം. ഏത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, നിങ്ങളിലെത്താൻ. അതിനെയാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് തമേവ ഭാന്തം അനുഭാതി സർവം. അതുമാത്രമാണ് പ്രകാശിക്കുന്നത്. സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നില്ല. അവയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് അതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് നിങ്ങളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് നിങ്ങളിലെ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്. ആ പ്രകാശസ്വരൂപം, ആ ജ്യോതിസ്വരൂപം, ആ ബോധസ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, അതാണ് എന്നിലെ താൻ.
അല്ലാതെ ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഞാനിനെ മൊഴി ചൊല്ലണം. വേണ്ട, ഈ ഞാനല്ല എന്നിലെ ഞാൻ കളയണം. ആ ഞാനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ അങ്ങനെയാണ് മരിക്കുന്നത്. എവിടെ വച്ചും മരിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദുർഗാനന്ദയാണ് ഞാനെന്നുള്ള ഭാവത്തിലാണ് റോഡിലോട്ട് ഇറങ്ങുന്നത് എങ്കിൽ ഒരു കാറ് വന്ന് പുറത്തൂടെ കയറി ഇറങ്ങിയാൽ അടുത്ത ജന്മം പോകേണ്ടി വരും. കാരണം ദുർഗാനന്ദയാണെന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത്. ആളുകളൊക്കെ എന്നെ കാണും, അങ്ങനെ തൊട്ട് തൊഴും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ ദുർഗാനന്ദ എന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ആ അഭിമാനത്തോടു കൂടിയാണ് നടക്കുന്നത് എങ്കിൽ എൻ്റെ ജന്മം പാഴ് ജന്മം. പിന്നെ എങ്ങനെയാണ് നടക്കേണ്ടത്? ആ ദുർഗാനന്ദ സരസ്വതിയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ബോധസ്വരൂപം, ആ സാക്ഷി സ്വരൂപം, ആ ചൈതന്യ സ്വരൂപം, ആ സച്ചിദാനന്ദ സ്വരൂപം, ആ ആത്മസ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതിന് ജാതിയില്ല, മതമില്ല, ജാതി നീതി കുലഗോത്ര ദൂരകം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തന്നെയാണ് ദുർഗാനന്ദ സരസ്വതി എന്ന നാമത്തിൽ ജീവിക്കുമ്പോഴും തന്നെ നിലനിർത്തിയിരിക്കുന്നത് എങ്കിൽ ആ നിലയിൽ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി കയറി അടപ്പളകിയാൽ എന്താ? ജന്മമില്ല, പുനർജന്മമില്ല. എന്തുകൊണ്ട്? ദുർഗാനന്ദ സരസ്വതി ആയിട്ടല്ല അപ്പോഴും നടക്കുന്നത്. ആ നാമരൂപരഹിതമായ ആ സച്ചിദാനന്ദ സ്വരൂപമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിൽ, എന്ന ഭാവത്തിൽ ആ സ്വാമി നടന്നാൽ മാത്രമേ ആ സ്വാമിക്കും മോക്ഷമുള്ളൂ. അല്ലാതെ കാഷായ വസ്ത്രം ഇട്ടുകൊണ്ട് ഞെളിഞ്ഞു കിടന്നാലൊന്നും മോക്ഷം കിട്ടുകയില്ല. രുദ്രാക്ഷമൊക്കെ ഇട്ടുകൊണ്ട് ഞെളിഞ്ഞു കിടന്നാൽ മോക്ഷം കിട്ടുമോ? കിട്ടുകയില്ല. രുദ്രാക്ഷം ഇടാതിരുന്നാൽ മോക്ഷം കിട്ടുമോ? കിട്ടും. കാഷായം ഇടാതിരുന്നാൽ മോക്ഷം കിട്ടുമോ? കിട്ടും. ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ സ്വയം ഗ്രഹിച്ച് അത് നിങ്ങളിൽ നടപ്പിൽ വരുത്തണം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല, ഗോമതിയല്ല, വസുമതിയല്ല. നാമരൂപമില്ലാത്ത ആ സാക്ഷി ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധഭാവത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ ആരാണോ സദാ നിലനിർത്തുന്നത്, അതാണ് യച്ഛിന്തയസി തദ്ഭവസി. വിചാരബിന്ദുപനിഷത്ത്. നിങ്ങളേത് ഭാവത്തിൽ നിങ്ങളെ നിലനിർത്തുന്നുവോ, നിങ്ങൾ ചിന്തിക്കുന്നുവോ, ആ ഭാവത്തിലേക്ക് നിങ്ങൾ ഉയരും. ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തിനാണ്? ഇത്രയും ആധികാരികമായ, ഇത്ര ശക്തിയോടുകൂടി 50 വർഷമായിട്ടും 50 പ്രഭാഷണമായിട്ടും നിങ്ങളെല്ലാം ഇങ്ങനെ കിരീടവും ചെങ്കോലുമായിട്ട് നടക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഞാനാകുന്ന സാമ്രാജ്യത്തിൽ കിരീടവും ചെങ്കോലുമായിട്ട് നടക്കുകയാണ്. താഴെ വയ്ക്കുന്നില്ല, വയ്ക്കാൻ ഉദ്ദേശവുമില്ല. ഈ അവസ്ഥയിലാണ് വെടി തീരുന്നത് എങ്കിൽ വെടി എപ്പോഴും തീരാം. ആരുടെ വെടിയും എവിടെ വെച്ചും കേൾക്കാം. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. ഒരമ്മ കുഞ്ഞിനെ കിണറ്റിൻ്റെ കരയിൽ വെച്ച് പാല് കൊടുത്തുകൊണ്ടിരുന്നു. വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കൂട്ടുകാരിയുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ വെച്ച് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്ത് ചെയ്തു? കുഞ്ഞ് കാല് വയറ്റിൽ വെച്ചിട്ട് ഒരു തെന്ന് തെന്നി അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് കിണറ്റിനകത്തേക്ക് വീണു. തീർന്നു. നടന്നതാണ്. എന്താ? സമയം. കൃത്യസമയമായപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവൻ ശരീരത്തിൽ നിന്ന് പിരിയേണ്ട സമയമായപ്പോൾ ആ മുല കുടിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ വയറ്റിൽ ചവിട്ടിയിട്ട് ആ കുഞ്ഞ് ഒന്ന് തെന്നി. അമ്മയുടെ പിടിവിട്ട് കുട്ടി കിണറ്റിനകത്ത് വീണു. കുട്ടി മരിക്കുകയും ചെയ്തു.
അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള വാർത്തകൾ നമ്മൾക്ക്. എന്താ കാരണം? ആ സമയത്ത് ആ ശരീരത്തിൽ നിന്ന് ആ കുട്ടിയുടെ ജീവൻ പോകേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ടും പോയിരിക്കും. അതേ സമയത്ത് ഇന്നലെ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പക്ഷി കറണ്ടടിച്ച് ഇങ്ങനെ അട്ടപെട്ടാന്ന് വന്ന് താഴെ വീണു. ചത്തെന്ന് എല്ലാവരും വിചാരിച്ചു. ഒരാൾ ഓടി വന്ന് അതിനെ എടുത്ത് മലത്തി കിടത്തി. ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്ക് നെഞ്ചിൽ ഇത് കൊടുക്കുന്നില്ലേ, അതുപോലെ അയാൾ ആ പക്ഷിയെ മലത്തി കിടത്തിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ നെഞ്ചിൽ കുറേ നേരം അമർത്തി 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 വാ കൊണ്ട് അതിൻ്റെ വായ്ക്കകത്തും ഊതി കൊടുത്ത് കുറേ നേരം അതിനെ പരിചരിച്ച് കഴിഞ്ഞപ്പോൾ അത് ഒന്ന് ചലിക്കാൻ തുടങ്ങി. അയാൾ പതുക്കെ ഒന്ന് താഴെ വിട്ടപ്പോൾ അത് മലർന്നു കിടന്ന പക്ഷി തിരിഞ്ഞ് 2 കാലിൽ നിൽക്കാൻ തുടങ്ങി. വീണ്ടും അയാൾ ആ പക്ഷിയെ എടുത്ത് വീണ്ടും ഒന്നുകൂടെ പിതുക്കി പിതുക്കി അമക്കി അമക്കി 2 ഊത്തൊക്കെ ഊതി കൊടുത്തപ്പോൾ പക്ഷി പറന്നങ്ങ് പോയി. എന്താ? സമയം തീർന്നില്ല. അദ്ദേഹത്തെ കാവലായിട്ട് നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി അതാണ്. എല്ലാത്തിനും ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടോ അതിനൊക്കെ കൃത്യമായിട്ടും പരിഹരിക്കാനായിട്ട് ആളുകളുണ്ടാവും. കർമ്മഫലാനുസാരം അവരൊക്കെ വന്നെത്തിയിരിക്കും. ഇല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ ഞാൻ വയസ്സാകുമ്പോൾ എൻ്റെ മോൻ കാണും, കണ്ടത് തന്നെ അല്ലേ, എൻ്റെ മരുമോള് കാണില്ല, ഒരുത്തരും കാണുകയില്ല. നമ്മൾ വിചാരിക്കുന്ന ആരും കാണുകയില്ല. നാം ചെയ്തിട്ടുള്ള കർമ്മഫലാനുസാരം എന്തെല്ലാമാണോ നമുക്ക് സംഭവിക്കേണ്ടതായിട്ടുള്ളത് അതിനനുസരിച്ച ആളുകൾ കാണും. ആ പക്ഷി ഉരുണ്ട് വീണപ്പോൾ ആ പക്ഷിയെ രക്ഷിക്കാനായിട്ട് ഏത് പ്രകാരമാണോ ഒരു മനുഷ്യനെത്തിയത്, ആ പക്ഷി മനുഷ്യനിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇയാളെ ഇതുപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. കർമ്മഫലം അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. ആളുകളൊക്കെ പരിഷ്കാരികളൊക്കെ പറയും ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് കർമ്മഫലം എന്നൊക്കെ. കാരണം അവനൊക്കെ തലച്ചോറ് പണയം വെച്ച് കിടക്കുന്ന പാർട്ടികളാണ്. ചിന്തിക്കണം, താൻ ആരാണ്, എന്താണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. ഇല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നടക്കുന്ന ആ പാർട്ടിക്കാരല്ല. സ്വയം ചിന്തിച്ച് തന്നെക്കുറിച്ച് തിരിച്ചറിയണം, താൻ ആരാണ്, തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് സ്വയം ചിന്തിച്ചറിയണം. അല്ലാതെ ഓരോ ദിവസവും ഇങ്ങനെ ചുമ്മാ കഴിച്ചു കൂട്ടിയാൽ മാത്രം പോരാ. ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുന്നതിനുള്ള കാലാവധി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവരുടെയും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകാനായിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സമയത്തിൻ്റെ നീളം ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ഓർമ്മ വേണം. ഏത് നിമിഷവും സംഭവിക്കാം. ആ കുഞ്ഞിൻ്റെ ജീവൻ തീരേണ്ട സമയമായപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് തെന്നി കിണറ്റിൽ വീണതുപോലെ നമ്മളെവിടെയായിരുന്നാലും, അർജുനൻ അവിടെ ആയിരുന്നപ്പോൾ കുന്നിടിഞ്ഞു വീണു. കുന്നിനാണ് നിർദ്ദേശം കൊടുത്തത്. ആ ചായക്കടക്കാരൻ്റെയും ഭാര്യയുടെയും 2 കുട്ടികളുടെയും ജീവൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി കുന്നിനാണ് നിർദ്ദേശം കൊടുത്തത്. ആ മലയ്ക്ക് ആ മണ്ണിടിഞ്ഞു വീണ്. അതുപോലെ നമ്മുടെയും ശരീരത്തിൽ നിന്ന് ഈ ജീവൻ പിരിയുന്നതിന് മുൻപ് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നടപ്പിലാക്കണം. നടപ്പിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ വരേണ്ട കാര്യമില്ല. വെറുതെ വന്ന് സമയം കളയുന്നത് എന്തിനാണ്? വെറുതെ ഇങ്ങനെ വന്ന് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നടപ്പിൽ വരുത്താൻ കൂടി ശ്രമിക്കണം. അതിന് നിങ്ങളുടെ കുടുംബത്തിൽ യാതൊരു അന്തഛിദ്രവും ഉണ്ടാക്കരുത്. ഉണ്ടാകില്ല, ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണോ നിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുടുംബജീവിതത്തിൽ യാതൊരു അന്തഛിദ്രവും ഉണ്ടാക്കാതെ കൂടുതൽ കൂടുതൽ സന്തോഷം പകർന്നുകൊണ്ട്
കാരണം നിങ്ങൾ ഈ മാർഗത്തിലേക്ക് തിരിയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവരെയും കൂടുതൽ സ്നേഹിക്കാൻ കഴിയും. കാരണം എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഭർത്താവിൻ്റെയും ഉള്ളിലിരിക്കുന്നത്, അമ്മായിയുടെയും ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ അമ്മായിയുമായിട്ടുള്ള വഴക്ക് കുറയും. അല്ലേ? കുറഞ്ഞത് തന്നെ അല്ലേ? കുറയും. എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് അമ്മായിയുടെയും ഉള്ളിലിരിക്കുന്നത് എന്ന ബോധത്തിലേക്ക് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഴയതുപോലെ അമ്മായിയോടുള്ള വൈരാഗ്യം നിലനിർത്താൻ കഴിയുകയില്ല. ഉറപ്പ്. കാരണം നിങ്ങൾ ഉയരും തോറും നിങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. നിങ്ങളിൽ പ്രകാശം ജ്വലിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഭാവം മാറിക്കൊണ്ടിരിക്കും. മറ്റേ നല്ല അമ്മായി വേറെ ഞാൻ വേറെ എന്നുള്ള ഭാവത്തിലാണ് വൈരാഗ്യം. അടിയെങ്കിൽ അടി, ഇടിയെങ്കിൽ ഇടി, ചീത്തയെങ്കിൽ ചീത്ത. അങ്ങനല്ല. സർവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യമാണ് എല്ലാം നിറഞ്ഞിരിക്കുന്നത്. അതാണ് ഈശ്വര ചൈതന്യം. അപ്പോൾ അമ്മായിയിലും ഈശ്വരനെ കാണാൻ സാധിക്കും, ഭർത്താവിലും ഈശ്വരനെ കാണാൻ സാധിക്കും. കാരണം പട്ടിയിലും ഈശ്വരനെ കാണാൻ സാധിക്കും. വിദ്യാ വിനയസമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ജൈവ സ്വപാകേച പണ്ഡിതാഹ സമദർശിനഃ. സമദർശിത്വം, സമദർശനത്തിലേക്ക് നമ്മൾ ഉയരും. എപ്പോൾ? നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളിലെ താനിലേക്ക് നിങ്ങൾ ഞാനിൽ നിന്ന് നിങ്ങളെ ഉയർത്തി കഴിയുമ്പോൾ നിങ്ങൾ തന്നെയാണ് സർവചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആ ആത്മസ്വരൂപം. നിങ്ങൾ തന്നെയാണ് പട്ടിയുടെ ഉള്ളിലിരിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് ആനയുടെ ഉള്ളിലിരിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് അമ്മായിയുടെ ഉള്ളിലിരിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് സർവചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്നത്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ പരമേശ്വരൻ എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന മന്ത്രം ഇങ്ങനെ അറിഞ്ഞാൽ മാത്രം പോരാ. ആ അറിവ് അനുഭവ നിലയിൽ നിങ്ങൾ സ്വായത്തമാക്കണം. ആ ഈശ്വരൻ നിങ്ങൾ ആ അനുഭവ നിലയിലേക്കാകുമ്പോൾ നശ്വരമായ മരണസ്വരൂപിയായ ഈ ഞാനല്ല ഇനി മുതൽ മരണമില്ലാത്ത തന്നിലെ താൻ. നോക്കൂ, ഭാവം മാറുന്ന കണ്ടോ? ഞാൻ മരണമുള്ളത്, തന്നിലെ താൻ മരണമില്ലാത്ത വസ്തു. നിങ്ങളെ ഞാനിലാണ് നിർത്തിയിരിക്കുന്നത് എങ്കിൽ മരണസ്വരൂപിയായിട്ട് നിങ്ങളിരിക്കും. മരിച്ചാൽ വീണ്ടും ജനിക്കും. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രകാശസ്വരൂപം, ബോധസ്വരൂപം, ജ്യോതിസ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപം, ഈശ്വരസ്വരൂപം, ആത്മസ്വരൂപം, അതുതന്നെയാണ് ബ്രഹ്മം. മായയാകുന്ന ഉപാധിയിലിരിക്കുന്നത് കൊണ്ട് ഈശ്വരസ്വരൂപം എന്ന് പറയുന്നു. ഉപാധിരഹിതമാകുമ്പോൾ നിരുപാധിക ചൈതന്യം ബ്രഹ്മം. ആ നിരുപാധിക ചൈതന്യ നിലയിലേക്കാണ് നിങ്ങളും ഉയരേണ്ടത്. സ്വാഭാധിക ബ്രഹ്മത്തിൽ നിന്നാൽ പോരാ. നിങ്ങൾക്ക് മോക്ഷം വേണമെങ്കിൽ നിരുപാധിക നിലയിലേക്ക് ഉയരണം. ഈശ്വരനിൽ നിന്നും ഉയരണം, താൻ ഭാവത്തിൽ നിന്നും ഉയരണം. താൻ ഭാവത്തിൽ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഉയരൽ അവിടെ നടക്കും. പ്രകൃതി അത് നടത്തിത്തരും. നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ ഞാൻ ഭാവത്തിൽ നിന്ന് താൻ ഭാവത്തിലേക്ക് ഉയർത്തിയാൽ മതി. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നടക്കും. അതുകൊണ്ട് ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മരണം വരുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷത്തിന് മുൻപ്, അടുത്ത നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കാം. സംഭവിച്ചൂടെ? ആർക്കും എവിടെ വെച്ചും എപ്പോഴും മരണം സംഭവിക്കാം. അതിനു മുൻപ് ദാ ഈ നിമിഷത്തിൽ തന്നെ ഇനി മുതൽ ഞാൻ എന്നിലെ ഞാനല്ല,
എന്നിലെ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കണം എന്ന് ഇന്ന് 30ാമത്തെ മന്ത്രം എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നിങ്ങളെ അങ്ങ് മേളിലോട്ട് ഞാൻ ഭാവത്തിൽ നിന്ന് താൻ ഭാവത്തിലേക്ക് ഉയർത്താനുള്ള ആ ശ്രമത്തിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല. നമ്മൾ 29 കഴിഞ്ഞു. അദ്വൈതാനുഭൂതി. ഉത്തമാദീനി പുഷ്പാണി വർത്തന്തേ സൂത്രകേ യഥാ ഉത്തമാദ്യാസ്തദാ ദേഹ വർത്തന്തേ മയി സർവദാ. നല്ലതും ചീത്തയുമായ പുഷ്പങ്ങൾ ഏതു പ്രകാരമാണോ ഒരു സൂത്രത്തിൽ കോർക്കപ്പെട്ടിരിക്കുന്നത്, നല്ല പൂക്കളുമുണ്ടാകാം, അഴുക്കപ്പൂക്കളുമുണ്ടാകാം, എല്ലാം ഒരു ചരടിൽ കോർത്തിരിക്കുന്നത്, അതുപോലെ ഉത്തമാദ്യാസ്തഥാ ദേഹ, നല്ലതും ചീത്തയുമായ ശരീരങ്ങൾ. നല്ലതും ചീത്തയുമായ ശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പല തരത്തിലുള്ള ശരീരങ്ങൾ എന്ന് മാത്രമേ അർത്ഥമെടുക്കാവൂ, അല്ലേ? കറുത്തത്, വെളുത്തത്, ചുമന്നത്, മഞ്ഞ, പല നിറത്തിലുള്ള ആൾക്കാർ, ഓരോരോ ഭൂപ്രകൃതി അനുസരിച്ച് പല നിറത്തിലുള്ള ശരീരങ്ങൾ. നീളം കുറഞ്ഞത്, നീളം കൂടിയത്, കുരൂപിയായിട്ടുള്ളവർ. കുരൂപിയായ ഒരിടത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഒരിക്കലും കണ്ണാടി നോക്കില്ല. കുരൂപിയാണ്, കുരൂപി. മുഖം കണ്ടാൽ വികൃതമായിരിക്കും. അതുകൊണ്ട് അവർ കണ്ണാടിയെ നോക്കില്ല. എന്നാലും അവിടെയുള്ള ചെറുപ്പക്കാർ ഇവരെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് കണ്ണാടി എടുത്ത് ഇവരുടെ മുമ്പിൽ കൊണ്ടുവരും. ഈ കണ്ണാടി എടുത്ത് ഇവരുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ തൻ്റെ രൂപം ഇത്രയും വികൃതമായിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് ആ കണ്ണാടിയെ അവർ ഉടച്ചു കളയും. കണ്ണാടിയുടെ കുഴപ്പം കൊണ്ടാണ് എൻ്റെ രൂപം ഇത്രയും വികൃതമായിരിക്കുന്നത്, ഞാൻ സ്വതവേ സുന്ദരിയാണ് എന്നാണ് അവരുടെ ഭാവം, ഇല്ലേ? ഞാൻ സ്വതവേ സുന്ദരിയാണ്, വികൃത രൂപമാണെങ്കിൽ പോലും ഞാൻ സുന്ദരിയാണ് എന്ന് ഭാവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ആ വികൃത രൂപിണി സ്വയം സുന്ദരിയായിട്ട് തന്നെ കണക്കാക്കുകയാണ്. അതുകൊണ്ട് അവർ കണ്ണാടിയിൽ നോക്കാറേയില്ല. എന്നാൽ ഇവരെ ഇളക്കാൻ വേണ്ടിയിട്ട് കൃത്രിമ പിള്ളേർ, കൃത്രിമകൾ, അല്ലേ, കണ്ണാടി ഇവരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. അവർ ആ കണ്ണാടി എടുത്ത് ഉടച്ചു കളയും. അതുപോലെ നിങ്ങളിൽ ഒരാളും തൻ്റെ ഉള്ളിലിരിക്കുന്ന സ്വരൂപമാകുന്ന ആ കണ്ണാടിയിലേക്ക് നോക്കാറില്ല. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സ്വരൂപ ദർപ്പണത്തിലേക്ക് നോക്കാറില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ താൻ ഭാവത്തിലുള്ള ദർപ്പണത്തിലേക്ക് നിങ്ങൾ നോക്കാറില്ല. നോക്കിയാൽ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്ത്? ഈശ്വര സ്വരൂപമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ദർശിക്കാൻ സാധിക്കും. പക്ഷേ നോക്കിയിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സ്വരൂപം, തന്നിലെ താൻ, അതിലേക്ക് ആരും ഇത്രയും കാലം നിങ്ങൾ കേട്ടിട്ടും നിങ്ങൾ അതിലേക്ക് തിരിഞ്ഞിട്ടില്ല. അതിലേക്ക് തിരിയാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.